നമസ്കാരം, ഞാൻ ഡോക്ടർ ഹരിത. ഇന്ന് പുരുഷന്മാരിലെ ഏറ്റവും കൂടുതൽ ആളുകളും ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നത് യൂറിക് ആസിഡ് എന്നുള്ള ഒരു ബുദ്ധിമുട്ടിന് വേണ്ടിയിട്ടാണ്. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അതായത് പ്രോട്ടീൻ ഉള്ള ഫുഡിൽ പ്യൂരിൻ എന്നുള്ള ഒരു കണ്ടന്റിനെ മെറ്റബോളൈസം ചെയ്ത് ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കിഡ്നിയിൽ കൂടെ ഫിൽറ്റർ ചെയ്ത് മൂത്രത്തിൽ കൂടെ പുറത്തു പോവുകയാണ് നോർമലി സംഭവിക്കാറുള്ളത്. പക്ഷെ ഇതിന്റെ ഒരു അളവ് ശരീരത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ കൂടുമ്പോൾ, അതായത് യൂറിക് ആസിഡ് ഒരു 7-8 അതിന് മേലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ പല സിംറ്റംസും കാണിച്ചു തുടങ്ങും. അതായത് ഈ യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തും, അതായത് കൂടുതലും ചെറിയ ചെറിയ ജോയിന്റ്സിലാണ് ഇത് വന്ന് അക്യുമുലേറ്റ് ചെയ്യാറുള്ളത്. ഏറ്റവും ഫസ്റ്റ് ഒരു സിംറ്റം ആയിട്ട് കാണിക്കുക നമ്മുടെ കാലിന്റെ തള്ളവിരലുകളിലാണ്. ആ ഒരു ഭാഗത്ത് ഏറ്റവും സിവിയർ ആയിട്ടുള്ള വേദനയാണ് ഉണ്ടാവാറുള്ളത്. കാലിന്റെ വിരലുകളിലും കയ്യിന്റെ വിരലുകളിലും കാൽമുട്ട്, ഉപ്പൂറ്റി എന്നിങ്ങനെയുള്ള ജോയിന്റ്സുകളിൽ ശക്തമായിട്ടുള്ള വേദന ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ഒരു ചൂടും ചുവപ്പ് കളറും നീരും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. യൂറിക് ആസിഡിന്റെ വേദന പലപ്പോഴും ഒരു ജോയിന്റിൽ നിന്ന് മറ്റൊരു ജോയിന്റിലേക്ക് മാറി മാറി വരാനുള്ള സാധ്യതകളുണ്ട്. തുടക്ക സ്റ്റേജിലാണ് ഇത്തരത്തിൽ വേദന എന്നുള്ളൊരു അവസ്ഥയിലായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇത് കുറച്ച് നാള് കൂടുന്തോറും ഗൗട്ടി ആർത്രൈറ്റിസ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ജോയിന്റ്സിൽ ചെറിയ മുഴകൾ പോലെ വരാനും ആ ഒരു ക്രിസ്റ്റൽസ് അവിടെ അടിഞ്ഞുകൂടി നമ്മുടെ ജോയിന്റ്സിന് തന്നെ ഒരു ഡീഫോമിറ്റി, അതായത് ഷേപ്പ് വ്യത്യാസം വരുത്താനും യൂറിക് ആസിഡ് കാരണമാവാറുണ്ട്. എപ്പോഴും യൂറിക് ആസിഡ് ഒരു 7-8 അതിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. യൂറിക് ആസിഡ് നമ്മുടെ ജോയിന്റ്സിനെ മാത്രമല്ല നമ്മുടെ രക്തക്കുഴലുകളെയും കിഡ്നിയെയും വളരെ ഗുരുതരമായിട്ട് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് യൂറിക് ആസിഡ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തള്ളിക്കളയരുത്. നമ്മുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുമ്പോൾ റെഡ് മീറ്റിലാണ് കൂടുതലും പ്യൂറിൻ കണ്ടന്റ് ഉള്ളത്. അതായത് ബീഫ്, പോർക്ക്, മട്ടൺ ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കുമ്പോൾ താറാവിന്റെ ഇറച്ചിയും അതുപോലെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അങ്ങനെയുള്ളതൊക്കെ കഴിക്കുമ്പോൾ അതിൽ പ്യൂറിൻ കണ്ടന്റ് നമ്മുടെ യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽ ഫോർമേഷന് കാരണമാവാറുണ്ട്. അതുപോലെ ഷെല്ലുള്ള തരത്തിലുള്ള മത്സ്യങ്ങള്, സീ ഫുഡ്, ഇതിലൊക്കെ ഈ പറഞ്ഞ യൂറിക് ആസിഡ് കൂടാനുള്ള ചില ഘടകങ്ങളുണ്ട്. ഇനി നോൺ വെജ് ഐറ്റംസ് മാത്രമല്ല, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന പയറുവർഗ്ഗങ്ങളിലും ഇത്തരത്തിൽ യൂറിക് ആസിഡ് കൂട്ടാനുള്ള ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട്. യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. കാരണം ജോയിന്റ്സിൽ യൂറിക് ആസിഡ് വരുമ്പോൾ തന്നെ ഒരു സ്റ്റിഫ്നെസ് ആണ് ജോയിന്റ്സിന് ഉണ്ടാവുക. ഈ ഒരു സ്റ്റിഫ്നെസ് മാറാനും അതുപോലെ തന്നെ യൂറിക് ആസിഡിന്റെ സെക്രീഷൻ, അതായത് പുറന്തള്ളുന്നത് നല്ല രീതിയിൽ നടക്കാനും എക്സസൈസ് നിർബന്ധമായിട്ടുള്ള ഒരു ഫാക്ടറാണ്. ആയുർവേദത്തില് യൂറിക് ആസിഡ് അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൊണ്ടുണ്ടാക്കുന്ന ഈ ഒരു അസുഖങ്ങളെ വാതരക്തം എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു വേദനയെ അഡ്രസ് ചെയ്യാനും അതുപോലെ തന്നെ ഇതൊരു സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലോട്ട് അല്ലെങ്കിൽ കിഡ്നിയെയോ ഹൃദയത്തെയോ ബാധിക്കാതെ ഈ ഒരു വേദന കുറയ്ക്കാനും നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനും വേദന മാറ്റാനും പെയിൻ കില്ലറുകൾ അല്ലാത്ത നല്ല രീതിയിലുള്ള മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ എപ്പോഴും നിങ്ങൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ പ്രകാരം മാത്രം നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ അവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള മെഡിസിൻസ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.